പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ജനുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. പുതിയൊരു ദിവസം നൽകിയ നന്ദി പറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കാം. ഈ ദിവസം മുഴുവനും കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരായി ജീവിക്കാനുള്ള കൃപ പ്രാർത്ഥിക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വചനം ധ്യാനിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. നമ്മേക്കാൾ കൂടുതൽ വേദനിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ വേദനകൾ ഒന്നുമല്ലാതായി നമുക്ക് തോന്നാറില്ലേ? സത്യത്തിൽ കർത്താവിൻ്റെ അരികിൽ ചേർന്ന് നിന്ന് അവിടുത്തെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചാൽ നമ്മുടെ സഹനങ്ങളെക്കുറിച്ചുള്ള പരാതികളെല്ലാം മാറും. കർത്താവെ, ജീവിതഭാരങ്ങൾ താങ്ങാനാകാതെ വരുമ്പോൾ അങ്ങയുടെ അരികിലേക്ക് ഓടി വരാൻ, ശക്തി സംഭരിച്ച് അവയെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.